തിരുവനന്തപുരത്ത് നടന്നത് കേരളത്തെ മാത്രമല്ല രാജ്യത്തെ ഒന്നടക്കം ഞെട്ടിച്ച അരുംകൊല തന്നെയാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് തന്റെ കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും അതിദാരുണമായി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഇന്നലെ 7 മണിയോട് കൂടി പുറത്തു വന്നത്. സ്വന്തം ഉമ്മയെ, വല്യുമ്മയെ, പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും സ്വന്തം സഹോദരനെയും പെൺസുഹൃത്തിനെയുമാണ് 23 വയസ്സുകാരനായ അഫാൻ എന്ന ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊലപ്പെടുത്തിയത്. ശേഷം സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണമെന്ന വ്യാജേന സ്വയം പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയ അഫാൻ താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് അറിയിച്ചത്. ഇതിൽ ക്യാൻസർ രോഗിയായ അഫാന്റെ ഉമ്മയുമുണ്ട്. പക്ഷെ ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. അഫാൻ കരുതിയത് ഉമ്മയും കൊല്ലപ്പെട്ടു എന്നാണ്. ഉമ്മയെ ഉച്ചയോടെ തന്നെ അഫാൻ കഴുത്തു നെരിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് പാളിപ്പോയി. ശേഷം ഉച്ച കഴിഞ്ഞ് ഉമ്മയെ ചുറ്റിക കൊണ്ട് അടിച്ച് ബോധരഹിതയാക്കി. അഫാൻ കരുതിയത് ഉമ്മ മരണപ്പെട്ടു എന്നാണ്. അവരെ റൂമിലേക്കിട്ട് വാതിലടിച്ചു. പിന്നീട് പാങ്ങോടുള്ള സൽമ ബീവിയുടെ വീട്ടിലേക്കാണ് പോയത്. സൽമ ബീവി അഫാന്റെ വല്യുമ്മയാണ്, അതായത് 88 വയസ്സുള്ള ഫാദറിന്റെ ഉമ്മ. അവരെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ലത്തീഫിന്റെയും ഷാഹിദയുടെയും വീട്ടിലേക്ക് എത്തുന്നത്. അവരെ 3 പേരെയും കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. പിന്നീടാണ് ഫർസാനയെ വിളിക്കുന്നത്. നീ വീട്ടിലേക്കൊന്ന് വരണം, ഉമ്മാക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇന്നെനിക്ക് പറ്റില്ല, ട്യൂഷൻ ഉള്ളതാണ്, എക്സാം അടുത്തതാണെന്ന് പെൺകുട്ടി പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും പറ്റില്ല, നിനക്ക് എന്നെ വീണ്ടും കാണണമെങ്കിൽ ഇന്ന് തന്നെ വരണം, മാത്രമല്ല ഇപ്പോൾ തന്നെ വരണമെന്ന് അയാൾ ശാഠ്യം പിടിക്കുന്നു. അങ്ങനെയാണ് ട്യൂഷന് പോവാനിരുന്ന പെൺകുട്ടി അഫാന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. വീട്ടിൽ നിന്നും ട്യൂഷന് പോവാനെന്ന വ്യാജനയാണ് പുറത്തിറങ്ങുന്നത്. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ട്യൂഷന് പോകുന്നത് അയൽവാസികളും കണ്ടതാണ്. ശേഷം വഴിയിൽ കാത്തുനിന്ന് അഫാന്റെ ബൈക്കിൽ ഫർസാന കയറിപ്പോകുന്നത്. അതേസമയം അഹ്സാൻ സ്കൂൾ വിട്ട് 4 മണിയോട് കൂടി വീട്ടിലെത്തുന്നു. വീട് പുറത്തുനിന്നും പൂട്ടിക്കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. അഹ്സാൻ അടുത്ത വീട്ടിൽ പോയി ഉമ്മാന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നു. അപ്പോൾ ഫോൺ എടുത്തത് പ്രതിയായ അഫാനാണ്. ഞങ്ങളിപ്പോൾ വീട്ടിലില്ല, ഉമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. നീ കളിക്കാനൊക്കെ പോയിക്കോ, നിന്നെ ഞങ്ങൾ വന്നിട്ട് കൂട്ടിക്കൊള്ളാം എന്നാണ് അഹ്സാനോട് അഫാൻ പറഞ്ഞത്. അത് കേട്ട ഉടനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹ്സാൻ കളിക്കാൻ പോകുന്നു. അതിനുശേഷമാണ് ഫർസാനയെയും കൊണ്ട് അഫാൻ വീട്ടിലേക്ക് എത്തുന്നത്. ഉമ്മ എവിടെ എന്ന ചോദ്യത്തിന് മുകളിലുണ്ടെന്ന് അറിയിക്കുന്നു. ഉമ്മയെ തിരക്കി ഫർസാന മുകളിലേക്കെത്തുന്നു. അപ്പോഴാണ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വെട്ടുകത്തി കൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടുന്നു. മുഖമൊക്കെ വികൃതമാക്കുന്നു. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്കാക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അനിയനെ വിളിക്കാനായി കളിക്കളത്തിലേക്ക് പോകുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന അഹ്സാനെ കളിസ്ഥലത്തു നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് ഹാളിലെത്തിയതിനു ശേഷം തലങ്ങും വിലങ്ങും വെട്ടി അവനെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം കുളിച്ച് ഫ്രഷായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിൽ 5-6 കൊലപാതകങ്ങൾ നടത്തിയ കുറ്റബോധമോ ടെൻഷനോ വെപ്രാളമോ ഒന്നും പ്രകടിപ്പിക്കാതെ കൂളായിട്ട് ബൈക്കിന്റെ ചാവി കൈവിരലിൽ കറക്കിയിട്ടാണ് സുഹൃത്തിന്റെ അടുത്തേക്ക് വന്നത്. എനിക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോവണം, നീ ഒന്ന് കൂടെ വരണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പിടാനാണെന്നാണ് അറിയിച്ചത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ സ്വയം കീഴടങ്ങുകയായിരുന്നു. ഞാൻ 6 കൊലപാതകങ്ങൾ നടത്തിയെന്നും വീട്ടിൽ 3 ശവങ്ങളുണ്ടെന്നുമാണ് അയാൾ അറിയിച്ചത്. പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. സ്വന്തം ഉമ്മയെയും അനിയനെയും എളാപ്പനെയും എളേമയെയും വല്യുമ്മയെയും പെൺസുഹൃത്തിനെയും ഒക്കെ കൊന്നെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഏത് പോലീസാണെങ്കിലും ഒന്ന് ഞെട്ടിപ്പോകും. കാരണം 23 വയസ്സ് മാത്രമേ അഫാന് പ്രായമുള്ളൂ. ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അതും ഇത്ര കൂളായിട്ട് വന്ന് പറയുന്നു. അയാളുടെ മുഖത്ത് ഒരു ടെൻഷന്റെ കണിക പോലുമില്ല, കുറ്റബോധത്തിന്റെ കണിക പോലുമില്ല. അങ്ങനെ പോലീസുകാരെത്തി ഗേറ്റ് തല്ലിപ്പൊളിക്കുന്നത് കണ്ടാണ് നാട്ടുകാരൊക്കെ വിവരം അറിയുന്നത്. തങ്ങളുടെ നാട്ടിൽ ഒരു പയ്യൻ അരുംകൊല ചെയ്തിരിക്കുന്നു, അതും 6 പേരെ. സംഭവം അറിഞ്ഞ് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. സംഭവത്തിന് സാക്ഷിയായ ഒരു ദൃക്സാക്ഷി പറയുന്നത് ഇങ്ങനെയാണ്: പോലീസുകാർ ഗേറ്റ് തല്ലിപ്പൊളിക്കുന്നത് കേട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഒരു മുൻ SI ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ ചേർന്നു. അടുക്കള ഭാഗം വഴിയാണ് ഞങ്ങൾ കയറാൻ ശ്രമിച്ചത്. പക്ഷേ ഗ്യാസ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഗ്യാസിന്റെ സ്മെല്ല് അവിടമാകെ വ്യാപിച്ചിരുന്നു. ഗ്യാസ് ഓഫ് ചെയ്താണ് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നത്. ഹാളിൽ അഫാന്റെ അനിയൻ കമന്ന് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു.
പിന്നീട് റൂം തുറന്നപ്പോൾ അവന്റെ ഉമ്മ ബോധരഹിതയായി കിടക്കുകയാണ്. അവരുടെ കണ്ണുമെല്ലെ ചിമ്മി തുറന്നു. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഒരാൾ കൂടിയുണ്ട്, 3 ആളുണ്ടെന്നാണ് അഫാൻ പറയുന്നത്. മുകളിലേക്ക് ചെന്നപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ശവശരീരം കാണുന്നത്. മുഖമൊക്കെ വരയിട്ട് വികൃതമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അഫാന്റെ മൊഴിയിലൂടെയാണ് അത് ഫർസാനയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഞാൻ അവളെ കൊന്നു, ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞു. ഇതിനു മുമ്പ് ഞാനും വീട്ടുകാരും മരിക്കാൻ ശ്രമിച്ചതാണ്. കുടുംബ പ്രശ്നമാണ് എല്ലാത്തിനും കാരണം. വല്യുമ്മയോടും എളാപ്പയോടും എളേമ്മയോടും എനിക്ക് കടുത്ത വൈരാഗ്യമാണ്. അവരെന്നെ മാനസികമായി പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ അവരും മരിക്കട്ടെ എന്ന് ഞാൻ കരുതി. അഫാൻ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട്. ഉമ്മയെ കൊണ്ട് പലരിൽ നിന്നും കടം മേടിപ്പിക്കാറുണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അഫാൻ സ്വർണം പണയം വെച്ചതായും അറിയുന്നു. പക്ഷെ നാട്ടുകാരും വീട്ടുകാരും ഒന്നും അഫാനെ കുറിച്ച് മോശമായിട്ടൊന്നും പറയുന്നില്ല. നല്ല സൽസ്വഭാവിയായ പയ്യനാണെന്നാണ് പറയുന്നത്. അഫാന്റെ ഉപ്പ ഗൾഫിലാണ്. സൗദി അറേബ്യയിൽ ദമാമിലാണ് വർക്ക് ചെയ്യുന്നത്. 6 മാസത്തോളം അഫാനും ഉപ്പയുടെ കൂടെ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അവന് സാമ്പത്തിക ബുദ്ധിമുട്ടോ മാനസിക സമ്മർദ്ദമോ ഉള്ളതായിട്ട് അയാൾക്കറിയില്ല. ഉപ്പാക്ക് അറിയില്ല. അവൻ എപ്പോഴൊക്കെ നല്ല സന്തോഷവാനായിരുന്നു. നല്ല സന്തോഷത്തോടു കൂടിയാണ് തിരികെ പോന്നതും. പിന്നെ വിളിക്കുമ്പോഴൊന്നും വീട്ടിലെ പ്രശ്നങ്ങളൊന്നും അറിയിച്ചിരുന്നില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പേ അവനോട് സംസാരിച്ചതാണ്. ഉമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും ഉപ്പാക്ക് അറിയില്ല. ഒരു കുറവും വരുത്താതെയാണ് അഫാനെ വളർത്തിയത്. ഡിഗ്രി വരെ വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊന്നും അവനെക്കുറിച്ച് മോശമായ ഒരു അഭിപ്രായവും പറയാനില്ല. ഫർസാനയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഫർസാനയുടെ ഉപ്പയല്ലാത്തവർക്കെല്ലാവർക്കും ഇവരുടെ ഇഷ്ടം അറിയാം. അവർക്കാർക്കും ഈ ബന്ധത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അഫാൻ നല്ല സൽസ്വഭാവിയും അതേപോലെ തന്നെ നല്ല കുടുംബത്തിലുള്ളവനുമാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ട്യൂഷനാണെന്ന് പറഞ്ഞാണ് മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ട്യൂഷൻ വിട്ട് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ഫർസാന വീട്ടിലെത്തിയില്ല. വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കുന്നുമില്ല. മകൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ഉപ്പ കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിലായി. ഉമ്മയും ആകെ തകർന്നുപോയി. തന്റെ വീട്ടിൽ നിന്നും കളിച്ചു തിരിച്ച് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ മകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിയുമ്പോൾ ഏത് മാതാപിതാക്കളാണ് തകർന്നു പോകാതിരിക്കുക. അഫാന്റെ ഉമ്മയെ കാണാനാണ് ഫർസാന പോയത്. ആ പോക്ക് തന്റെ ജീവനെടുക്കാനാണെന്ന് ആ പെൺകുട്ടി കരുതി കാണില്ല. അഫാൻ ലഹരിക്കടിമയാണെന്ന് പറയുന്നു. ലഹരി മരുന്ന് നമ്മുടെ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ മലയാളികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഭാവി കേരളം വലിയ അപകടത്തിലായിരിക്കും. അത് എത്രയോ വീഡിയോകളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ ചീളി കേസുകൾ പറഞ്ഞ് രാഷ്ട്രീയക്കാർ തമ്മിൽ ബഹളം കൂടുമ്പോഴും തമ്മിലടിക്കുമ്പോഴും യൂട്യൂബേഴ്സും മീഡിയക്കാരും പല പ്രശ്നങ്ങളും മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും ഇത്തരം ലഹരി മാഫിയയെ പിടിച്ചുകെട്ടാൻ മാത്രം ആരും തയ്യാറാവുന്നില്ല. ആരും മുന്നോട്ട് വരുന്നില്ല. പക്ഷെ നശിച്ചുകൊണ്ടിരിക്കുന്നത് കേരളമാണ്. നമ്മളിൽ ഓരോരുത്തരുമാണ്. അത് ഓർമ്മയിരിക്കട്ടെ.